ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ സെറീൻ. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുടിയിഴകളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ വ്യക്തി സൗന്ദര്യത്തിലെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒന്നാണ് മുടി എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകള് ഇവൻ നമ്മുടെ മുഖ സൗന്ദര്യത്തിൽ വരെ നിഴലിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുടിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു കുഞ്ഞിനെ അമ്മ കൊടുക്കുന്ന കെയർ എത്രത്തോളം ഉണ്ട് അത്രത്തോളം തന്നെ കെയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. കാര്യം മുടിക്ക് നമ്മൾ എത്രത്തോളം കെയർ കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ മുടി വളരുന്നതായിട്ടും അത് മുടി സ്റ്റേ ചെയ്യുന്നതായിട്ടും ഒരുപാട് നാളത് നിലനിന്ന് പോകുന്നതായിട്ടും ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇതെങ്ങനെ കെയർ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? നമുക്ക് ഹെയർ ഫോൾ ഇഷ്യൂസുകൾ ഉണ്ടാകും, താരൻ ഉണ്ടാകും, അതുപോലെ നരകൾ ഉണ്ടാകും, മുടി പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ നമുക്ക് വരുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മൾ മുടി വളർച്ചയിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഓയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓയിലിംഗ് ചെയ്യുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ നമ്മൾ ചില മുടികൾ ഇപ്പൊ ഓയിലി ടൈപ്പ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ മുടിയിൽ ഓയിലിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല. കാരണം എന്താണ്? ഓയിലി ടൈപ്പ് ഹെയറിൽ നമ്മൾ വീണ്ടും ഓയിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഭാഗത്ത് ഡാൻഡ്രഫ് ഇഷ്യൂസുകൾ, തലയിൽ മുഴുവൻ ഡാൻഡ്രഫ് ഉണ്ടാകാനായിട്ടുള്ള, താരൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സ്കാൽപ്പ് മസാജുകളൊക്കെ നമുക്ക് കൊടുക്കാം. അത് കൈകൊണ്ട് തന്നെ സ്കാൽപ്പിൽ മസാജ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ബാക്കിലില്ലേ, സ്കാൽപ്പിലെ ബാക്കിൽ നമ്മൾ നല്ല രീതിയിൽ മസാജ്, സർക്കുലാർ മസാജസ് ഒക്കെ നമ്മുടെ കൈകൊണ്ട് കൊടുക്കുന്നത് ഒരുപാട് ആ ഭാഗത്തെ രക്തചംക്രമണം വർദ്ധിക്കാനും അതുവഴി നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടാനും നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാകാനും ഒക്കെ സഹായിക്കും. ഇപ്പൊ നമുക്ക് മാർക്കറ്റിലൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജർ, ഹെയർ മസാജർ എന്നൊക്കെ പറഞ്ഞിട്ട്, സ്കാൽപ്പ് മസാജർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഓയിലി ടൈപ്പ് അല്ലാത്ത ഹെയർ ആണ്, ഡ്രൈ ഹെയർ ആണ്, എക്സ്ട്രീം ഡ്രൈ ഹെയർ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കത് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ, മുടിക്ക് മാത്രമല്ല നമുക്ക് സ്ട്രെസ്, ടെൻഷനൊക്കെ കുറയ്ക്കാനും ഒരു മസാജിങ് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മലയാളികൾക്കൊന്നും ഒട്ടും ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് പറഞ്ഞേ മതിയാകൂ. വേറൊന്നുമല്ല, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ തല കുളിക്കുന്ന കാര്യമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും മുടിയെ സംബന്ധിച്ച് ഇത് ദോഷമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സംബന്ധിച്ച് ഇത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മുടിയിൽ ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ദിവസേന മുടി കുളിക്കാനായിട്ട് പാടില്ല. ഇത് എന്ത് സംഭവിക്കും? നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 90% ആൾക്കാരും ഇങ്ങനെ തല കുളിക്കുന്നത്, ഡെയിലി തല കുളിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് മുടിക്ക് അത് ദോഷമാണ്. പ്രോട്ടീൻ ലോസ് സംഭവിക്കുകയാണ് മുടിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മുടി പൊട്ടിപ്പോവുക, ഡാമേജ് സംഭവിക്കുക, ഹെയർ ഫോൾ ഇഷ്യൂസ് ഉണ്ടാവുക, ഇതൊക്കെ സ്ഥിരമായിട്ട് കാണപ്പെടാറുണ്ട്. ഇതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഫിസിക്കൽ എക്സസൈസുകൾ, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത്ലറ്റിക് ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അതായത് ഒരുപാട് അധ്വാനം ഉള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഡെയിലി കുളിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. കാര്യം അത്രയും വേർപ്പ് അവരുടെ ആ ഒരു സ്കാൾപ്പ് ഭാഗത്തും അല്ലെങ്കിൽ മുടിയിലൊക്കെ അടിഞ്ഞുകൂടുന്നതായിട്ട് കാണും. അപ്പൊ അത്തരത്തിലുള്ളവര് ആഴ്ചയില് മീൻസ് ഡെയിലി കുളിക്കുന്നതായിരിക്കും അവരുടെ ഒരു പ്രെഫറൻസ് അനുസരിച്ച്. പിന്നെ ഇത് ഓരോരുത്തരുടെ പ്രെഫറൻസും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അതും നമുക്ക് നമ്മളെ അവസ്ഥ അനുസരിച്ച്, ഇപ്പൊ നമുക്ക് മുടിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി കുളിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ പറയുന്നത് മുടിയിൽ കുഴപ്പങ്ങളുണ്ട്, അവർക്ക് ഡാൻഡ്രഫ് ഇഷ്യൂസുകളുണ്ട്, അല്ലെങ്കിൽ മുടിയില് ഹെയർ ഫോൾ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ളവര് ആഴ്ചയിൽ 2 തവണ കുളിച്ചാൽ മതിയായിരിക്കും. ഞാൻ പറയുന്നത് തലയാണ് കേട്ടോ, മേല് നമ്മൾ ഡെയിലി കുളിക്കണം, പക്ഷെ തല നിങ്ങൾക്ക് 2 തവണ കുളിച്ചാൽ മതിയാകും. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഹെഡ് മസാജ് അല്ലെങ്കിൽ സ്കാൽപ്പ് മസാജ് രക്തചംക്രമണം വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴൊക്കെ ചെയ്യണം? 2 ദിവസം ദിവസേന നമുക്ക് ദിവസേന ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി അതിൽ സമയം കിട്ടുന്നില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും നമ്മളിങ്ങനെ ഈ ഒരു ഹെഡ് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
ഇനി ഡ്രൈ ഹെയറിൽ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ആയുർവേദ ഓയിലുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റിക്കിനെസ് കൂടുതലുള്ള ഓയിലുകളാണ്. അത് ഓരോ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഡ്രൈ ഹെയർ ആയാലും, ഇപ്പൊ ഓയിലി ഹെയർ ആണെങ്കിൽ സ്റ്റിക്കിനെസ് കൂടുതലുള്ള ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താരം വരും. അതുപോലെ ഡ്രൈ ഹെയർ ആണെങ്കിൽ സ്റ്റിക്കിനെസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എക്സ്ട്രീം ഡ്രൈ ഹെയർ ആണെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതുപോലെ സാധാ ഹെയർ ആണ്, നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിക്കിനെസ് ഉള്ള ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ചിലപ്പോഴൊക്കെ താരന്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഡ്രൈ ഹെയർ നമുക്കൊന്ന് ഒതുക്കി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആർഗൻ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ കൊണ്ട് മാത്രമേ ഏത് ഹെയർ ടൈപ്പ് ആണെങ്കിലും ആ രീതിയിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യണം. കാരണം നമ്മുടെ എല്ലാവരുടെയും മുടി വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും കൺസേൺ വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ മുടിയുടെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള ഓയിലാവണം നമ്മൾ മേടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ, ഡോക്ടർ കൃത്യമായിട്ട് പറയും. ഒരു 10-20 ക്വസ്റ്റ്യൻസ് നിങ്ങളെ മുടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓയില് ഡോക്ടർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും അതുപോലെ ചെയ്തു തരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഹെയർ കെയറിന് അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഇഷ്യൂസോ ഡാൻഡ്രഫോ അല്ലെങ്കിൽ നരയോ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നമുക്ക് ഏതൊക്കെ ഓയിൽ യൂസ് ചെയ്യാം? നമ്മൾ പല ഓയിലും യൂസ് ചെയ്യാറുണ്ട് അല്ലെ? സാധാരണ യൂസ് ചെയ്യുന്ന ഓയിലുകളാണ് ആവണക്കെണ്ണ ഓയിൽ, അതുപോലെ തന്നെ എള്ളെണ്ണ, അതുപോലെ തന്നെ നമ്മളെ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ. ഈ ഓയിലുകളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ മുടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾക്ക് ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള എണ്ണ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഗുണപ്രദമാണ്. തലയ്ക്കെണ്ണ യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗുണപ്രദമായിട്ട് നിങ്ങൾക്ക് ഫലിക്കാറുണ്ട്. കാര്യം താരന്റേതായ എണ്ണ ഉണ്ടാവും, അതുപോലെ ഹെയർ ഫോൾ ഇഷ്യൂസിൻ്റെതായതുണ്ട്, നരയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അങ്ങനെയല്ല. എണ്ണയുടെ കൂടെ തന്നെ ചില മെഡിസിൻസ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനും പറയാറുണ്ട്. അത് കൂടി കഴിക്കുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഉള്ളിലത്തെയും കൂടി ക്യൂർ ആവുമ്പോഴാണ് നമുക്കത് പുറമെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഒരു എണ്ണ പറഞ്ഞു തരുമോ ഡോക്ടറെ, മുടി കൊഴിച്ചിലിന് അല്ലെങ്കിൽ അകാല നരയ്ക്ക്, താരന്, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു എണ്ണ പറഞ്ഞാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരിക, നിങ്ങളുടെ അവസ്ഥ എനിക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാതെ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഒരു 10-20 ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിന് ആൻസർ ചെയ്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഔഷധങ്ങൾ തരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണ് മുടി കുളിച്ചതിന് ശേഷം അപ്പൊ തന്നെ കോംബ് ചെയ്യുന്നത്. അത് നമ്മുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം മുടി നമ്മൾ നനച്ചു കഴിയുമ്പോൾ മുടി ഭയങ്കര സോഫ്റ്റ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇരുമ്പ് എന്ത് സംഭവിക്കും? ഇതങ്ങനെ മുടി അങ്ങനെ തന്നെ വരുന്നതായിട്ട് കാണും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടി ചീകി പൊട്ടാതെ നമ്മൾ രാത്രിയൊക്കെ കിടക്കുമ്പോൾ കെട്ടിവെക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, നന്നായിട്ട് അങ്ങോട്ട് മുറുക്കി അങ്ങ് കെട്ടിവെക്കും. അത് ഒരിക്കലും ചെയ്യരുത്. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സുകളാണ്, ഇത് നിങ്ങൾക്ക് എന്തായാലും ഗുണകരമാകും. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് നമുക്ക് അറിയാലോ, ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ മുടി വലിഞ്ഞ് ആ ഭാഗത്തേക്കൊന്നും തീരെ മുടി ഇല്ലാതെയൊക്കെ നെറ്റി കയറി പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് ഇപ്പൊ കെട്ടിവെക്കേണ്ട അവസ്ഥ വരാറില്ല, സ്ത്രീകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അത്തരം സ്ത്രീകൾ ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് മുടിയെടുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ മുറുക്കി കെട്ടി വെക്കാതിരിക്കാം. അത് ഈ ഭാഗത്തൊക്കെ കുറച്ച് ലൂസായിട്ടിട്ടാലും കുഴപ്പമില്ല. കാര്യം നമുക്കത് കുറെ നാളിന് ശേഷം നമുക്ക് ആ ഭാഗം ബാൾഡായി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് സൺ എക്സ്പോഷർ എന്ന് പറയുന്നത്. നമുക്ക് സൺ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ പലപ്പോഴും എല്ലാവരും പറയും സൂര്യന്റെ പ്രശ്നം സ്കിന്നിന് മാത്രമല്ല ഉണ്ടാവും. അല്ല, നമ്മുടെ സ്കിന്നിന് മാത്രമല്ല, സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്താണ്, ഒരു പരിധി വരെ ഓയിലിങ്ങിന് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാറുണ്ട്. ഓയിലിംഗ് ചെയ്യുന്ന ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ കുട ചൂടുക, അതുപോലെ തന്നെ തലയിൽ നമ്മൾ സ്ത്രീകളാണെങ്കിൽ ഷോളൊക്കെ വെച്ചിട്ട് ഒന്ന് പൊതിയുക, അല്ലെങ്കിൽ തൊപ്പി വെക്കുക. ആണുങ്ങളൊക്കെ ആണെങ്കിൽ തൊപ്പി വെച്ചിട്ട് പോകാനൊക്കെ ശ്രമിക്കുക. ഇത് ഒരു പരിധി വരെ സൺ എക്സ്പോഷർ തടയാനായിട്ട്. കാരണം ഈ സൺ എക്സ്പോഷർ കൂടുതലായി അടിക്കുന്നത് നമുക്ക് താരൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ കൂടുതലായിട്ട് അകാല നര ഉണ്ടാക്കുന്നതായിട്ട് കാണും. അതുപോലെ ഹെയർ ഫോൾ ഇഷ്യൂസും ഹെയർ ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നറീഷ്മെന്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതായത് നമ്മൾ ഒരുപാട് ഉള്ളി അടങ്ങിയിട്ടുള്ള ഉള്ളി നന്നായിട്ട് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ കറിവേപ്പില ഉൾപ്പെടുത്തുക, അത്തരം സംഭവങ്ങൾ. പിന്നെ അതുപോലെ ഒരുപാട് നിറമുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, അത്തരം അതുപോലെ തന്നെ പപ്പായ, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ്, ആപ്പിള്, ഓറഞ്ച്, ഫ്രൂട്ട്സുകളൊക്കെ നന്നായി, ഇലക്കറികൾ നന്നായി കഴിക്കാം. ഇതിലൊക്കെ ഉള്ള വൈറ്റമിൻസ് നമ്മളുടെ തലയെ ബൂസ്റ്റ് ചെയ്യാൻ, അതായത് പ്രോട്ടീനും ആവശ്യമാണ്. അതുകൊണ്ട് മീൻ കഴിക്കുക, ചെറിയ ചെറിയ മീനുകൾ ഉണ്ടല്ലോ, അതൊക്കെ നന്നായി കഴിക്കുക, കായൽ മീനുകള്. അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്, പാല് കുടിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോട്ടീനും അത്യാവശ്യമാണ്, വൈറ്റമിൻസും വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുടിയിൽ ചെയ്യേണ്ട ചില പാക്കുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. അതിന് ചെറിയുള്ളി വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ നമുക്ക് അരച്ച് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സൾഫറിന്റെ ഒരു സോഴ്സ് ആണ് ഉള്ളി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ആ രീതിയിൽ കിട്ടും. അതുപോലെ മുട്ട വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ ഇടാം. മുട്ട, അതുപോലെ അവണക്കെണ്ണ, പഴം, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് ഫ്രിസ്നെസ്സും കുറയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് മുടി വളർച്ചയ്ക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പാക്കാണിത് കേട്ടോ. പിന്നെ അലോവര, അതായത് കറ്റാർവാഴ ഇടയ്ക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടിയിൽ തണുപ്പ് കിട്ടാനും കറുപ്പ് നിലനിർത്തി പോകാനും, അതുപോലെ തന്നെ നമുക്ക് മുടി നല്ല രീതിയിൽ ഷൈനിങ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും പാക്ക് പോലെ ഇടുന്നത്. അതുപോലെ തന്നെ നെല്ലിക്ക നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും പൊടിയായിട്ട് നമുക്ക് ഹെയർ പാക്ക് പോലെ തൈരിൽ ചാലിച്ച്, നെല്ലിക്ക പൊടിയും തൈരും കൂടി ചാലിച്ച് ഇടുന്നത് വളരെ നല്ലതാണ്. മുടിയുടെ കറുപ്പ് നിലനിർത്താനും നര കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ നരയുണ്ട്, നല്ല രീതിയിൽ ഹെയർ ഫോൾ ഇഷ്യൂസുകൾ ഉണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് താരനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമുക്ക് ഏകദേശം 1-2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് കാണാം പുതിയൊരു എപ്പിസോഡുമായിട്ട്. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.